മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മാവേലിക്കര അമ്പിളി കൊലക്കേസിൽ കോടതി കഴിഞ്ഞ ദിവസമാണ് വിധി പറഞ്ഞത്. അമ്പിളിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് സുനിൽകുമാറിനും ഭാര്യയെ കൊലപ്പെടുത്താൻ സുനിൽകുമാറിനെ പ്രേരിപ്പിച്ച പെൺസുഹൃത്ത് ശ്രീലതയ്ക്കും ജീവപര്യന്തം കഠിന തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. 53-കാരിയായ കാമുകിക്കൊപ്പം ജീവിക്കുന്നതിനാണ് 36-കാരിയായ അമ്പിളിയെ ഭർത്താവ് സുനിൽകുമാർ കൊലപ്പെടുത്തിയത്. മരം വെട്ട് തൊഴിലാളിയായ സുനിൽകുമാർ ഭാര്യ അമ്പിളിയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുക്കി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 7 വർഷം മുൻപ് നടന്ന കേസിൽ പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കാരണമായത്. സംഭവം നടക്കുന്നത് 2018 മെയ് 27 രാവിലെയാണ്. നൂറനാട് മറ്റപ്പള്ളി ഉളവുക്കാട് ആദർശ് ഭവനിൽ അമ്പിളി എന്ന 36-കാരി വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി ഭർത്താവ് സുനിൽകുമാർ തന്നെയാണ് അയൽവാസികളെ വിളിച്ചറിയിച്ചത്. അയൽവാസികളും നാട്ടുകാരും എത്തി അമ്പിളിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പിളിയെ സുനിൽകുമാർ കഴുത്തിൽ കയർ മുറുക്കി കെട്ടിത്തൂക്കി ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായത്. മനസാക്ഷി മരവിച്ചു പോകുന്ന ഒരു കൊലപാതകം അവിടെ ചുരുളഴിയുകയായിരുന്നു. സുനിൽകുമാറുമായി അടുപ്പമുണ്ടായിരുന്ന ശ്രീലതയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് സുനിൽ അമ്പിളിയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തി. അമ്പിളിയെ കൊലപ്പെടുത്തിയാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് ശ്രീലത സുനിലിന് വാഗ്ദാനം നൽകിയിരുന്നു. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേസായിരുന്നു അമ്പിളി കൊലക്കേസ്. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതിരുന്ന കേസ് പോലീസ് തെളിയിച്ചത് 5 പ്രധാന സാക്ഷികളുടെ മൊഴി അടിസ്ഥാനമാക്കിയായിരുന്നു. ഒപ്പം അമ്പിളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സുനിലിന് വന്ന ഒരു ഫോൺ കോളും തുമ്പായി. അമ്പിളി മരിച്ച ശേഷവും സുനിലിന്റെ പ്രത്യേകതരം മാനസികാവസ്ഥയും ഒരു തുമ്പാണ്. ഒപ്പം മൃതദേഹത്തിലെ മുറിവും കയർ കെട്ടിയ രീതിയടക്കം ശാസ്ത്രീയ തെളിവുകളും സുനിലിനും ശ്രീലതയ്ക്കും കുരുക്കായി. അമ്പിളി തൂങ്ങിയതായി അയൽക്കാരെ അറിയിച്ച സുനിൽ വിവരമറിഞ്ഞ് പോലീസ് ആശുപത്രിയിലെത്തുമ്പോൾ മൃതദേഹത്തിനരികിലിരുന്ന് ശീതളപാനീയം കുടിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കണ്ട് മടങ്ങും വഴി സുനിലിന്റെ അടുത്ത അസാധാരണമായ ആവശ്യം കേട്ട പോലീസ് വീണ്ടും അമ്പരന്നു. ഭാര്യ മരിച്ചു കിടക്കുമ്പോഴും സുനിലിന് ബിരിയാണി കഴിക്കാനായിരുന്നു ആവശ്യം. ഇതോടെ പോലീസിന്റെയും നാട്ടുകാരുടെയും സംശയം മുഴുവൻ സുനിലിലേക്ക് തിരിഞ്ഞു. അമ്പിളി തൂങ്ങിയ ദിവസം രാവിലെ വാഴയ്ക്ക് വളമിട്ടുകൊണ്ടിരിക്കുമ്പോൾ സുനിൽ അമ്പിളിയെ തലക്കടിച്ച് വീഴ്ത്തുകയും തോളത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കണ്ടതായി അയൽക്കാരനായ കേസിലെ 2ാം സാക്ഷി സോമൻ പോലീസിന് മൊഴി നൽകി. അടുക്കള വാതിൽ അടയ്ക്കുന്നത് കണ്ടതായും മൊഴി നൽകി. ഒപ്പം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ കൃഷ്ണന്റെ മൊഴിയും കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. സംശയം ദൂരീകരിക്കാൻ ഡോക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. മരണകാരണം കഴുത്തിൽ കയർ കുരുങ്ങിയതാണ് എങ്കിലും സംശയമുള്ളതിനാൽ സ്ഥലം പരിശോധിച്ച് അന്വേഷണം നടത്തണമെന്നും ഡോക്ടർ കൃഷ്ണൻ പോലീസിനോട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഡോക്ടർ സ്ഥലത്തെത്തിയത്. കഴുത്തിലെ കെട്ടിന്റെ രീതിയും മുഖത്തെ മുറിവും ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു പ്രധാന സംശയം. ഇക്കാര്യം കൃത്യമായി ഉൾക്കൊണ്ട പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷിച്ചു. സാധാരണ ആത്മഹത്യ ചെയ്യുമ്പോൾ വീഴുന്ന രീതിയിലുള്ള കുരുക്കല്ലായിരുന്നു മൃതദേഹത്തിൽ കണ്ടത്. മരം വെട്ട് തൊഴിലാളികൾ തടി കെട്ടിവെക്കുന്ന രീതിയിലായിരുന്നു അമ്പിളിയുടെ കഴുത്തിൽ കയർ കെട്ടിയിരുന്നത്. സുനിൽ മരം വെട്ട് തൊഴിലാളിയായതിനാൽ തന്നെ സ്വാഭാവികമായും പോലീസിന്റെ സംശയം ആ വഴിക്ക് നീങ്ങി. ഒപ്പം ഭാര്യ മരിച്ചിട്ടും ദുഃഖത്തിന്റെ ഒരു ലാഞ്ചന പോലും സുനിലിന്റെ മുഖത്തില്ലാതിരുന്നതും സംശയം ഇരട്ടിപ്പിച്ചു. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഇപ്പോൾ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടറുമായ വി ബിജു പറഞ്ഞു. ഇതിനെല്ലാം പുറമെയായിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴി ഓട്ടോയിലിരിക്കുമ്പോൾ സുനിലിന് വന്ന ഒരു ഫോൺ കോളിനെ ചൊല്ലിയുള്ള സംശയം. ഒരേ ഒരു വാക്യം മാത്രമാണ് സുനിൽ ആ ഫോൺ കോളിന് മറുപടിയായി പറഞ്ഞത്. വീട് പൂട്ടി നീ പൊയ്ക്കോ എന്ന് മാത്രമായിരുന്നു ആ മറുപടി. വിവരമറിയാനായി ശ്രീലതയാണ് ആ സമയം വിളിച്ചത് എന്ന് പോലീസ് കണ്ടെത്തുകയും ഒളിവിൽ പോയ ശ്രീലതയെ മാവേലിക്കര പല്ലാരിമംഗലത്തെ ബന്ധുവീട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തുക, മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ അടുത്തിരുന്ന് ശീതളപാനീയം കഴിക്കുക, അങ്ങനെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് സുനിൽകുമാറിൻ്റേത്. ശ്രീലതയുമായുള്ള സുനിൽകുമാറിന്റെ അടുപ്പത്തെ എതിർത്തതാണ് അമ്പിളിയുടെ ജീവൻ എടുത്തത്. ശ്രീലതയുടെ വീട്ടിൽ വെച്ച് ഒരിക്കൽ സാരി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ സുനിൽകുമാർ ശ്രമിച്ചതായി
അമ്പിളി മുൻപ് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷണവേളയിൽ സാക്ഷികൾ പോലീസിനോട് പറഞ്ഞതും കേസന്വേഷണത്തിൽ നിർണായകമായി. ഇരുവർക്കും ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി BG ശ്രീദേവിയാണ് വിധിച്ചത്. പിഴത്തുകയിൽ നിന്ന് 50,000 രൂപ വീതം അമ്പിളിയുടെയും സുനിൽകുമാറിന്റെയും 2 മക്കൾക്കും നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നൂറനാട് SI ആയിരുന്ന V ബിജുവാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 37 സാക്ഷികളെ വിസ്തരിച്ചു. 35 രേഖകളും 8 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PV സന്തോഷ് കുമാറാണ് ഹാജരായത്. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം എന്നെങ്കിലും പുറത്തുവരും എന്നതിന്റെ തെളിവാണ് അമ്പിളി വധക്കേസ് വിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ PV സന്തോഷ് കുമാർ പറഞ്ഞു.